നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ ഓറഞ്ച് അലർട്ടാണ്. ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ബിപിൻ സി വിജയൻ. പറയൂ, മലപ്പുറത്ത് എന്താണ് അവസ്ഥ? മഴ കാര്യമായി നിൽക്കുന്നുണ്ടോ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. മലപ്പുറത്തെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ് കാര്യങ്ങൾ. കാരണം ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ ഇടവിട്ട വലിയ കനത്ത മഴയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയാണ് അല്പം ഒരു ശമനം ഉണ്ടായത്. ഇപ്പോഴും ഒരു ചാറൽ നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇന്ന് നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പ്രദേശവും നിലമ്പൂർ തന്നെയാണ്. കാരണം ചാലിയാർ ഏകദേശം വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലേക്കും കര കവിയുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഒപ്പം തന്നെ ആ പ്രദേശത്തുള്ള മറ്റു പുഴകൾ, കൊടപ്പുഴ ഉൾപ്പെടെയുള്ള പുഴകൾ നിറയുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ അവിടുത്തെ വനമേഖലയിലോ മഴ പെയ്താൽ പോലും നിലമ്പൂരിലെ എല്ലാ ജലാശയങ്ങളും നിറയുന്നു എന്നുള്ള ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ആ പ്രദേശത്ത് ആവശ്യമുണ്ട്. NDRFിൻ്റെ 92 അംഗ ടീം ഇപ്പോഴും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ വെള്ളക്കെട്ടുകൾ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മരം വീണിട്ടുള്ള ഗതാഗത തടസ്സങ്ങൾ കൂടി നിലമ്പൂർ പ്രദേശത്തുണ്ട്. ഒപ്പം തന്നെ ഇവിടെ വാഴക്കാട് ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇന്നലെ അത്ര വലിയ മഴ പെയ്തതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വെള്ളത്തിനടിയിലാകുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നത്. പൊതുവെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലാകെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആവശ്യമാണെങ്കിൽ ക്യാമ്പുകളോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറുന്നതിനുള്ള സൗകര്യമോ ഒരുക്കിയിട്ടുണ്ടെന്നും കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ബിപിൻ സി വിജയൻ. ഇനി എറണാകുളത്തും കാര്യമായി മഴയുണ്ട്. ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ജില്ലയിൽ ഇന്ന്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരും. ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ്, വിവരങ്ങൾ. ഇന്നലെ മുതൽ എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല മേഖലകളിലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഏലൂരിൽ പെരിയാറിനോട് ചേർന്ന് ഉള്ള 56 വീടുകളിലാണ് വെള്ളം കയറിയത്. അത് 25ഓളം പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മെയ് 24 മുതൽ ഈ ദിവസം വരെ എറണാകുളം ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 291 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ ലഭിക്കുന്നത്. അതൊരു വലിയ കണക്കാണ്. മഴക്കെടുതി എത്രത്തോളം എറണാകുളം ജില്ലയെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഒപ്പം തന്നെ കൃഷിയിടങ്ങളിലും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇന്നലെ ഏഴിക്കരയിൽ ഈ പൊക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി തുടങ്ങുന്ന ദിവസമാണ്. ഈ വിത്ത് വിതച്ചതിന് പിന്നാലെ തന്നെ ആ പ്രദേശം മുഴുവൻ, ആ പാടം മുഴുവൻ വെള്ളക്കെട്ടിലാവുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം റൂറൽ മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയാറിന്റെ ജലനിരപ്പ് ഉയർന്നു വരികയാണ്. 12 അടിയോളമാണ് ഉയർന്നിരിക്കുന്നത്. 11 അടിയാണ് അപകടനില. ഈ മലങ്കര ഡാമിന്റെ ഷട്ടർ തുറന്നതാണ് വെള്ളം അതിശക്തമായി മൂവാറ്റുപുഴ ആറിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിച്ചത്. ഇരുകരകളിലുമുള്ള ആളുകളോട് ശക്തമായ ജാഗ്രതാ പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഴ കുറയുന്നതനുസരിച്ച് മലങ്കര ഡാമിന്റെ ഷട്ടർ താഴ്ത്തി മൂവാറ്റുപുഴ ആറിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കാനാകും എന്ന പ്രതീക്ഷയാണുള്ളത്. തീരദേശ മേഖലയിലും ആശങ്ക നിലവിലില്ല. പക്ഷേ അപ്പോഴും ഒരു ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. കടലാക്രമണമൊന്നും ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ജൂലൈ 6 ആയിരിക്കും കടലാക്രമണം രൂക്ഷമാകുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും ജില്ലാ ഭരണകൂടം തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അവിടെ ഏത് സമയത്തും എന്ത് അടിയന്തര സാഹചര്യവും നേരിടാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആളുകൾ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നതിനൊക്കെ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകി. ഒപ്പം ഈ വഴിയാത്രക്കാരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വഴികളിൽ പലയിടങ്ങളിലും കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴികൾ പലതും വെള്ളം കെട്ടി മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ബൈക്ക് യാത്രക്കാരൊക്കെ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഒരു സംഭവം എറണാകുളത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം അത് വ്യാപകമായി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊരു ശ്രദ്ധ വേണമെന്ന് ജില്ലാ ഭരണകൂടം അനൌദ്യോഗികമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു വിഷ്ണു സുരേഷ്.